ആൾക്കാരെ ഇതൊക്കെ എടുത്തിട്ട് പരീക്ഷിക്കൂ. ഇതെന്നാ ഇത്ര കുറച്ചും കൂടി എടുത്തൂടെ? ലീഗലിന്റെ പോലെ ഉണ്ടല്ലോ, പച്ചക്കുടിയും ഉണ്ടല്ലോ ഇതിനകത്ത് തന്നെ. അപ്പൊ നാളെ ഹോസ്പിറ്റൽ പോക്കുണ്ട്. റിപ്പോർട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണം എന്തൊക്കെയായി കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് കിടപ്പുവശം എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഡ്ഡലി, ചമ്മന്തി, ചട്നി സാധനങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അമ്മൂന് കുറേശ്ശെ ത്രോട്ട്, കാഫ്, ചുമയും കുറേയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഉണ്ടാക്കിയത്. ഇനി ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. രണ്ടാളുണ്ടാക്കുമ്പോഴും രണ്ട് സ്റ്റൈലായിരിക്കുമല്ലോ വരിക. അപ്പോൾ എൻ്റെ സ്റ്റൈലും അമ്മൂനും ഇഷ്ടമാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കണം. പിന്നെ അമ്മ കുറച്ച് ടയർഡാണ്, ഈ ചുമച്ച്. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് വാങ്ങിയിട്ട് വരണം. അതിന് മുമ്പ് ഇഡ്ഡലി കഴിക്കണം. ഇഡ്ഡലി മാത്രം കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചതാണ്. പിന്നെ ചെറുപയർ ദോശ കൂടി കഴിച്ചു. ഈ പ്രോട്ടീൻ ഇല്ലാത്ത ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഗിൽട്ടി ഫീലിംഗാണ്, എന്തോ ഒരു തെറ്റിക്കണ പോലെ. അപ്പോൾ അതും കഴിച്ചു. ഇനിയിപ്പോൾ നേരെ ചിക്കൻ വാങ്ങിയിട്ട് വരാം. അമ്മോ, നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും അങ്ങോട്ട് മാറിയിട്ടില്ല. അമ്മൂൻ്റെ ഈ തൊണ്ടവേദന, എന്താ പറയുക, ചുമയും കഫക്കെട്ടൊക്കെ. പെപ്പർ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാം, അതുകൊണ്ട് ഒരു ആശ്വാസം കിട്ടും പെപ്പർ കുറച്ച് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ. ചിക്കനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളിയെല്ലാം അമ്മ എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്മ ഇപ്പോൾ കിടക്കുകയാണ് ചുമ കൂടിയിട്ട്. വ്ളോഗ് ഇവിടെ റെൻഡറിങ്ങിന് ഇടണം. അതിപ്പോൾ ഏകദേശം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞു. ഒരെണ്ണത്തിൻ്റെ കൂടി ഉണ്ട്. അപ്പോൾ അതവിടെ നടക്കട്ടെ. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഉണ്ടാക്കി കഴിയുമല്ലോ. നമ്മുടെ ഈ ഷൂട്ടിങ്ങും കുക്കിങ്ങും കൂടി ഒരുമിച്ച് നടക്കില്ല. നമുക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ നടുവിൽ എപ്പോഴെങ്കിലൊക്കെ കാണാം. അങ്ങനെ സകല മസാല ഇട്ടിട്ട് നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അവിടെ ഇരുന്ന് കുക്കാവട്ടെ, ഒരു 20-25 മിനിറ്റ്. കഴിഞ്ഞ പ്രാവശ്യത്തത് ശരിക്കും അങ്ങോട്ട് വെന്തോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വെന്തു എന്ന് പറയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ റിയലി വലിയ വലിയ കഷ്ണങ്ങളുടെ ഉള്ളിലേക്ക് വേവ് എത്തിയിട്ടില്ല. റബ്ബറി പോലെയായിരുന്നു, വലിച്ചെങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വയറ്റിൽ ഇരിക്കുന്ന പോലെയായിരുന്നു. അത്രയ്ക്കൊന്നുമില്ല കേട്ടോ, പക്ഷെ കുറച്ച് റബ്ബറി ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം റബ്ബറി വേണ്ട, നല്ല നന്നായിട്ട് വേവട്ടെ. ഒരു ചോറുണ്ടാം, ചിക്കൻ കറി റെഡി. അവനെ ചുമയുള്ള ആൾക്കാർ പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുമോ? ഇയാൾക്കല്ലെങ്കിൽ എന്തൊരു കുറവ്, അല്ലെങ്കിൽ മേക്കപ്പ് ഒന്നും ഇടാറില്ല. അതെല്ലാം നമുക്ക് കഴിക്കാം. എണീറ്റ് വരൂ. കറണ്ട് പോയി. ഞാൻ വിളമ്പട്ടെ. 1:25 ലഞ്ച് കഴിക്കാറായി. ഇന്ന് ദോശ ഉണ്ടാക്കണില്ല, റൈസ് തന്നെയാണ്. നമുക്കിന്ന് കോവയ്ക്ക ഉപ്പേരി ഉണ്ട്, സാമ്പാറുണ്ട്, നമ്മുടെ ചിക്കൻ കറി ഉണ്ട്, പെപ്പർ മസാല എന്ന് പറയാം. അമ്മ ഇതാ കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ടടാ പെപ്പർ മസാല? നന്നായിട്ടുണ്ട്. കോൾഡ് കാരണം പെപ്പർ കുറവായി തോന്നാണോന്ന് അറിയില്ല, നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്. വേണം ഒന്നുകൂടി ഇടണോ? വേണ്ട മതി. കറക്റ്റ് ആവുമോ? കഴിച്ചു നോക്കിയിട്ട് ഇട്ടാ മതി. മതി, അറിയില്ല. മതി, വിടൂ. ആൾക്കാരെ ഇതൊക്കെ എടുത്തിട്ട് പരീക്ഷിക്കൂ. ഇതെന്നാ ഇത്ര കുറച്ചും കൂടി എടുത്തൂടെ? മട്ടൻ റൈസ് ഒന്നും ആവില്ല, മറ്റേതാണ് ഇതാവാ. ഇത് ഓവറായി കാണിക്കുന്നത്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. അമ്മൂത കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഉണ്ടാക്കിയ ചിക്കൻ കുറച്ച് റബ്ബറി ആയോ എന്ന് സംശയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയതും അതേ സ്റ്റേജിൽ തന്നെ. അപ്പോൾ എന്താ, അത് മുത്തച്ഛനായിട്ടുള്ള കോഴിയാണ് തോന്നുന്നുണ്ട്, എനിക്കറിയാൻ പാടില്ല. കുറച്ച് റബ്ബറി ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അമ്മൂന് കുറച്ച് പെപ്പർ കൂടുതൽ വേണമായിരുന്നു, കാരണം ചുമയും കാഫൊക്കെ ഉള്ളതല്ലേ. ഇനിയും കൂട്ടണമായിരുന്നു. ഞാനൊരു ലെവലിൽ നിർത്തിയായിരുന്നു, അതാ പ്രശ്നം. കുറച്ചും കൂടി ഇടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു കിക്ക് കിട്ടിയാൽ, ഒരു പെപ്പർ ചിക്കൻ്റെ ലെവലിലേക്കുള്ള ഒരു കിക്ക് കിട്ടിയാൽ നല്ല എരിവായിരിക്കും. ഉലുവണില്ലടാ, ഞാൻ മസാല മാത്രമേ ഇട്ടുള്ളൂ. പെപ്പർ മസാലയുടെ 2 പാക്കറ്റ് പൊട്ടിച്ച് വെച്ചു. ഈ ഒരു സ്പൂണിന്റെ അടുത്ത് ഞാൻ പെപ്പർ ഇട്ടിട്ടുണ്ട്, അത്രേ ഞാൻ ഇട്ടിട്ടുള്ളൂ. 1-2 വ്ളോഗ്സ് ഷൂട്ട് ചെയ്തിരുന്നു, അതൊക്കെ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ ഇത് മൈൻഡ് യൂസ് ചാനലിന് വേണ്ടിയിട്ടുള്ള വീഡിയോ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂറോളം സമയം എടുക്കും ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് കിട്ടാൻ. ഇത് ഒരു നാളെയോ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യും. എടാ, തുണി എടുക്കാനുണ്ടോ? ഞാൻ തുണി എടുക്കാൻ പോവാ. എന്തേ തുണി എടുക്കാനില്ലേ? 2 ചുരിദാറും ഒരു ലെഗിൻസ് എടുക്കാം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. 2 ദിവസത്തെ വെയിൽ കൊണ്ടിട്ടുണ്ട്. എന്തായാലും എടുക്കാൻ മറന്നതാണ്, വേറൊന്നുമല്ല. ഇയാൾക്ക് എന്ത് ഡ്രസ്സ് എടുക്കണ്ടേ വേഗം പറയും, ഇപ്പം എടുത്തുതരാം. ചളിയാണെങ്കിൽ ചളി പറ.
ചളിക്കൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓഹ് വലിയ ആളാ, വലിയ പുള്ളിയാ. അല്ലേ കൊച്ചിന് തന്തയും തള്ളയും കാണണമെന്ന് ഒരു വിചാരമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ലല്ലോ, എന്നാ കാണണം എന്നെ വീഡിയോ കോൾ വന്നല്ലോ. എന്ത് ഹാപ്പി ഹാപ്പി? അത് ഒരു ഇതും ഇല്ലല്ലോ, അവിടെ നിക്കണില്ലേ. എത്ര ദിവസമായി സാധാരണ കുട്ടികൾ അച്ഛനമ്മമാരെ കാണാണ്ട് ഇത്രയും ദിവസം നിൽക്കുവോ? പറ. അവളെന്നോട് സംസാരിച്ചല്ലോ. സംസാരിക്കാനിതിപ്പോ നമ്മളെ അടുത്ത് സംസാരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ അതല്ല പറയണേ. എന്താണത്, ഇലക്ഷന്റെ പ്രചാരണമാണോ അറിയില്ല, അതോ ഡെത്ത് കൊണ്ടുപോവാണോ? ഇതിപ്പോ ഈയിടെയായിട്ട് രണ്ടും ഒരേപോലെയുള്ളത്, അത് പറയാൻ വയ്യ. അത് ഇലക്ഷൻ അനൗൺസ്മെന്റ് ഉണ്ട്. ഇലക്ഷന് ഇതേപോലെ വരും, വിഗ്രഹം കൊണ്ടുപോകുമ്പോഴും ഇതുപോലെ വരും, ഡെത്തിനും ഇതേ തന്നെ. അത് ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഉണ്ടല്ലോ കൊടി കണ്ടിട്ട്. ലീഗലിന്റെ പോലെ ഉണ്ടല്ലോ, പച്ചക്കൊടിയും ഉണ്ടല്ലോ ഇതിനകത്ത് തന്നെ. ആരാ മനസ്സിലാവണില്ല. ലോങ്ങൊന്നും കേൾക്കണ്ടല്ലോ, ഒച്ചയില് കേൾക്കണില്ല. ഇഡലി കഴിച്ചോളൂ, ഞാൻ 2 ദോശ ഉണ്ടാക്കാം. ഇഡലി അത്ര മൊത്തം ഞാൻ എടുക്കില്ല, നാളേക്ക് എടുക്കാം. 1-2 വേണമെങ്കിൽ ഞാൻ എടുക്കാം. ബട്ട് കുറച്ച് ദോശയെങ്കിലും എടുത്തില്ലെങ്കിൽ ദോശയും വേണം, സമാധാനം. പ്രോട്ടീൻ ദോശ രാവിലെ കഴിച്ചിട്ടേ ഇല്ല. അപ്പൊ നാളെ ഫുള്ള് ചുറ്റിലായിരിക്കും. ഹോസ്പിറ്റല് എഗെയിൻ ആ തിരക്ക് പിടിച്ച ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞങ്ങൾ പിന്നെയും പോവാണ്. റിപ്പോർട്ടൊക്കെ നാളെ കിട്ടുക. ഒന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് പോയി നോക്കാം. നമ്മൾ ഒരുപാട് നേരത്തെ വീഡിയോ റെൻഡറിങ്ങിന് ഇട്ടതാണിത്, നമ്മളെ വീഡിയോ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. 1.25 മണിക്കൂർ ഇനിയുണ്ട്. ഈ ലാപ്ടോപ്പിന് അത്ര സ്പീഡിൽ പുറത്തെടുക്കാനേ കഴിയുള്ളൂ, അതാണ്. അലക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് കൊണ്ടുപോയിട്ട് ഉണക്കാനിടണം. ഓഫാക്കിയിട്ടുണ്ട്. എനിവേ മൊത്തം തുണി വിരിച്ചിട്ട് ഗൈസ്. ഈ നാളെ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വന്ന് വൈകുന്നേരം സാധനം എടുക്കുമ്പോഴേക്ക് അലക്കിയിട്ട് കിടാന്ന് ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും. ജൂൺ 1-ാം തീയതി വരെയൊക്കെ ആകുമ്പോഴേക്ക് ഭയങ്കര മിസ്സിങ് ആയിരിക്കുമല്ലോ. ഇയാൾ പിന്നെ മെയിൽ അങ്ങോട്ട് പോകും, കുട്ടിയുടെ കൂടെ എൻജോയ് ചെയ്യും. ജാളി ജാളി ജാളി. മേക്കാക്കറും ഇവിടെ ഇരുന്നോളൂ, അമ്മ ഉണ്ടല്ലോ, ഇവിടെ കൂടെ ഇരുന്നോളൂ. കുഞ്ഞാവിടെ കാര്യം പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഇരുന്നോളൂ. നമ്മളെ കുഞ്ഞാവ് കാണാൻ ഇടയ്ക്ക് വന്നോളൂ, വീഡിയോ കോൾ ചെയ്യാലോ. ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവളെ എന്നെയും മിസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ട് പോകും. ഇന്നും കൂടി ചോദിച്ചു എപ്പോഴാണ് വരിക എന്നറിയോ. അപ്പം നാളെ ഹോസ്പിറ്റൽ പോക്കുണ്ട്. റിപ്പോർട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് കിടപ്പുവശം എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പം നാളത്തെ വ്ളോഗ് നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.